നമസ്കാരം. പതിരും കതിരും. നോർവീജിയൻ നാടകകൃത്തായ ഇബ്സന്റെ ഒരു നാടകത്തിൻ്റെ പേരാണ് മൃതാത്മാക്കൾ ഉണരുമ്പോൾ. പെണ്ണുകേസെന്ന് കേൾക്കുമ്പോൾ മാത്രം ഉണരുന്ന മൃതാത്മാക്കളുടെ പാർട്ടിയായി മാറി മാർക്സിസ്റ്റ് പാർട്ടി. ബഷീർ കൃതിയുടെ പേരിനെ ഓർമ്മിപ്പിക്കുന്ന ചിരിക്കുന്ന മരപ്പാവയെപ്പോലെ അപ്പോൾ പിണറായി വിജയൻ ഉറക്കം വിട്ട് ഉണരുകയായി. ഒപ്പം ഗോവിന്ദാദി സംഘങ്ങളും. മിനിഞ്ഞാന്ന് വരെ പിണറായി വിജയൻ്റെ മുഖം പുറത്തൊന്നും കാണാൻ കിട്ടില്ലായിരുന്നു. ഗൾഫ് പര്യടനത്തിൻ്റെ ക്ഷീണത്തിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു. പുറത്തിറങ്ങിയാൽ ആരെങ്കിലും ED നോട്ടീസിനെ പറ്റിയോ അകത്ത് കിടക്കുന്ന കിണ്ടി കോപ്പറുകളെക്കുറിച്ചോ ചോദിച്ചാലോ PM ശ്രീയുടെ പാലമായി മാറിയ ബ്രിഡ്ജാസിനെ പറ്റി ചോദിച്ചാൽ എന്തു ചെയ്യും? അടച്ച് അകത്തിരിക്കുകയും അകമ്പടിയോടെ നാട് ചുറ്റുകയും ചെയ്യുന്ന ഒരാളെ എങ്ങനെ വെളിച്ചത്ത് കാണാനാണ്? അങ്ങനെ ഇരിക്കെ ഇതാ നമ്മുടെ മുഖ്യൻ കൊച്ചിയിൽ പ്രത്യക്ഷപ്പെട്ടു. വൃശ്ചികത്തിൽ കാർത്തിക വിളക്ക് തെളിയും പോലെ ചിരിച്ചു. വായ്ക്ക് രുചിയുള്ള എന്തെങ്കിലും കഴിക്കുക എന്ന് പണ്ടത്തെ ആൾക്കാർ പറയുമായിരുന്നു. അതുപോലെ വായ്ക്ക് രുചിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലേ പിണറായിക്ക് വായ തുറക്കാൻ തോന്നൂ. വിപ്ലവകാരികൾക്ക് വായ്ക്കും വയറിനും രുചിയുള്ള ഒറ്റ വിഭവമേ ഉള്ളൂ. അതാണ് നന്നായി മൊരിച്ചെടുത്ത പെണ്ണുകേസും ചാറ് കൂട്ടിയെടുക്കുന്ന ഗർഭക്കേസും. CPMകാരുടെ പീഡനം വൈകൃതമല്ല. അവിടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും 100 പൂക്കൾ വിരിയുകയാണ് സുഹൃത്തുക്കളെ. പ്രണയാർദ്ര ഹൃദയങ്ങളുടെ ഉടമകളാണ് CPM നേതാക്കൾ. അതിലും ഭയങ്കരന്മാരാണ് CPIക്കാർ. അതിന്ന് ബിനോയ് സാറ് പറഞ്ഞിട്ടുമുണ്ട്. ഏതെങ്കിലും പെണ്ണുങ്ങൾ ശൃംഗാരത്തിൻ്റെ ലക്ഷണങ്ങളുമായി മാമ്പുള്ളി പോർച്ചുണങ്ങു കണ്ട് സഖാക്കളോട് അടുത്തുകൂടാൻ ശ്രമിച്ചാൽ വടക്കൻ വീരഗാഥയിലെ ചന്തു കുഞ്ഞിയോട് പറഞ്ഞ പോലെ ഒരു ഡയലോഗ് കാച്ചും. നീ അടക്കമുള്ള പെൺവർഗം ചിരിച്ചുകൊണ്ട് കരയും, മോഹിപ്പിച്ചുകൊണ്ട് വെറുക്കും. കുശലം ചോദിച്ചുകൊണ്ട് ഈ കമ്മിറ്റികളിലേക്കുള്ള വരവ് അധികം വേണ്ട. ആഹാ, എത്ര മനോഹരമായ നിമിഷങ്ങൾ. അടുത്തിരിക്കുന്ന ശശിയങ്കിൾ, മറ്റേ ശശി, മുകേഷ് അണ്ണൻ, കടകംകൊള്ളി, കോട്ടമുറി തുടങ്ങിയവരൊക്കെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കമ്മ്യൂണിസം കൊതിക്കുന്ന മാതൃകകളാണ്. സഭയിലും ക്യാബിനറ്റിലുമുള്ള ചിലരുടെ കുടുംബജീവിത കഥകൾ കേട്ടാൽ കൊതി വരും. അവർ കൂടിയതൊക്കെ ഇമ്പമുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പിന്നെ നമ്മുടെ കാടുമന്ത്രിയൊക്കെ എത്ര സ്നേഹത്തോടെയാണ് സ്ത്രീകളുമായി ഇടപഴകുന്നത്. അപ്പൂപ്പൻ്റേത് ക്രൂരതയല്ല, കുറുകലാണ്. അല്ലയോ പിണറായി? മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറാമെന്ന് പറഞ്ഞാണ് മസാലയച്ചായൻ ഇണകളെ തേടുന്നത്. കടകംകൊള്ളിയുടേത് എത്ര മാർദ്ദവുമുള്ള ക്ഷണമായിരുന്നു. വല്ലാത്തൊരു കുലീനത്വം നമുക്ക് ഫീൽ ചെയ്യും. ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറയും പോലെ മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം നോക്കി ഇരിക്കുവാണ് പാവം. മാങ്കൂട്ട പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് നടക്കുകയാണത്രേ. അതിന് കോൺഗ്രസ് സംരക്ഷണം കൊടുക്കുന്നു. കേരളത്തിലെ ആഭ്യന്തരം ഇപ്പോഴും അങ്ങൂന്നിൻ്റെ കയ്യിൽ തന്നെയല്ലേ? എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്ത് മാധ്യമങ്ങളുടെയൊക്കെ നാവരിയാൻ മുമ്പ് 2000 പോലീസുകാരെ ഇറക്കി വേട്ട നടത്തിയതൊക്കെ മറന്നിട്ടില്ല. ആ ശുഷ്കാന്തി ഒന്നും ഈ വിഷയത്തിൽ എന്താ പിണറായി വിജയൻ സ്വീകരിക്കാത്തത്? പിണറായി സാറിൻ്റെ അഭിമാന സ്തംഭമായ പോലീസിന് ഒരു ശത്രുവിനെ പിടിച്ച് അകത്തിടാൻ ഇത്ര പ്രയാസമാണോ? അതോ സംസ്കരിച്ചെടുത്ത് ക്രിസ്റ്റൽ ക്ലിയർ സഖാവാക്കി പാലക്കാട്ട് മത്സരിപ്പിക്കാനാണോ തീരുമാനം? പിണറായി വിജയനെ ബലാത്സംഗ വകുപ്പിൻ്റെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചവൻ ഒരുളുപ്പമില്ലാതെ വന്നു കയറിയപ്പോൾ കിടക്കാനൊരു തിണ്ണയും കഞ്ഞി കുടിക്കാനൊരു ജോലിയും കൊടുക്കാമെങ്കിൽ എടോ വിജയ എന്ന് വിളിച്ചത് വലിയൊരു തെറ്റാകുമോ സഖാവേ? അങ്ങ് മാതൃഭൂമിയുടെ പത്രാധിപരെ വിളിച്ചത് എടോ ഗോപാലകൃഷ്ണ എന്നായിരുന്നില്ലേ? ആ വിളിയുടെ മാറ്റൊലി ഇപ്പോഴും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. അങ്ങയുടെ ആരാധകർ ഇപ്പോൾ എല്ലായിടത്തുമുണ്ട്, എല്ലാ പാർട്ടിയിലുമുണ്ട്, അനുകരിക്കാൻ കൊതിച്ച്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച വൈകൃതങ്ങളാണ് രാഹുലിൻ്റേതെന്നും പൊതുപ്രവർത്തനത്തിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കണമെന്നുമാണ് സാരോപദേശം. 100% ശരിയാണ്. ക്രൂരമായ പീഡനങ്ങൾക്കിരയായ എത്രയോ സ്ത്രീകളും അവരുടെ കുടുംബങ്ങളും രക്ഷാമാർഗം തേടി പാർട്ടിയെയും പിണറായി വിജയനെയും സന്ദർശിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം രക്ഷാകരം നീട്ടിയോ അങ്ങ്? വാളയാർ മുതലുള്ള കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. കവിയൂരും കിളിരൂരും ഒക്കെയുണ്ട്. നവീൻ ബാബുവിൻ്റെയും മഹിജയുടെയും കുടുംബമുണ്ട്. ശത്രു ചെന്നുപെടുന്ന പെണ്ണുകേസിൽ മാത്രം മതിയോ സഖാവേ ഈ ശുഷ്കാന്തിയൊക്കെ? പാർട്ടി രാഹുലിന് ഇത്രയും സംരക്ഷണം ഒരുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച് കയ്യും കെട്ടിയിരുന്നാൽ മതിയോ സാറേ? ഏതു മാളത്തിൽ പോയി ഒളിച്ചാലും പൊക്കുമെന്ന് പറയാനുള്ള ആർജവം ഇല്ലാതെ പോയത് എന്തുകൊണ്ട്? അപ്പോൾ ഇതൊരു കളിയല്ലേ? നാളെ ആ പെൺകുട്ടി എന്നെ കാണാൻ വരുമെന്നും ലവൻ പോകാതെ സൂക്ഷിക്കണമെന്നും പിണറായി എന്താണ് പോലീസിനെ ശട്ടം കെട്ടാഞ്ഞത്? എല്ലാ വിവാദവും നീറി പുകഞ്ഞു നിൽക്കുന്നത് കാണാനാണ് സഖാവിനിഷ്ടം. കത്തിത്തീർന്നാൽ ചാരമാകും, ചാരമിട്ടാൽ വാഴ കുലയ്ക്കും,
പക്ഷെ മരവാഴകൾ അപ്പോഴും കുലയ്ക്കാറില്ല. ഇയാളെ എത്രയും വേഗം കോൺഗ്രസ്സുകാർ ചെവിക്ക് പിടിച്ച് പുറത്താക്കുമെന്ന് പാവം പിണറായി കരുതിയതേയില്ല. കാരണം കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവ രീതിയുടെ നോക്കി. വിഴുങ്ങിയ അമ്പലം ദഹിക്കും വരെ ഈ വിവാദം കത്തിച്ചു നിർത്താം എന്ന് കരുതിപ്പോയി. മാങ്കൂട്ടത്തിൻ്റെ വൈകൃതങ്ങളൊക്കെ വായിച്ച ശശിയങ്കൾ താടിക്ക് കയ്യും കൊടുത്ത് ഒറ്റ ഇരിപ്പായിരുന്നു അത്രേ. എന്താ ശശി, എന്തു പറ്റി എന്ന് ചോദിച്ച് പിണറായി തട്ടി വിളിച്ചപ്പോഴാണ് ബോധം വന്നത്. അന്നേരം ശശി പറഞ്ഞു, അൺസഹിക്കബിൾ ആൻഡ് ഹൊറിബിൾ, ഞങ്ങൾ വെറും ശശിമാർ, ഇത് പിള്ളേരുടെ കാലമല്ലേ.